പ്രവൃത്തി. നന്മയും തിന്മയും ഒരേപോലെ പ്രാവർത്തികമാക്കുന്ന നേതൃത്വങ്ങളെ അനുഗമിക്കുന്ന സമൂഹം സാവധാനം അറിവ് നഷ്ടപ്പെട്ട് തോന്നുന്നത് ചെയ്യുന്നവരായിത്തീരുകയും അതിലൂടെ പ്രകൃതിയിൽ ഒരു ദുഷ്ടശക്തി സൂക്ഷ്മരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങളെ തിരിച്ചറിയാൻ തക്ക താത്വിക അവബോധമില്ലാത്ത പ്രവർത്തനഗതിയുമായി നീങ്ങുന്ന സമൂഹത്തിന് ദുഷ്ടശേഷികളെ പിൻപറ്റുന്നതിലൂടെ താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ഒപ്പം ആ ദുഷ്ടജീവന്റെ ദോഷങ്ങൾ ആർജിച്ചെടുക്കുകയും അതുവഴി സാവധാനം കുടുംബവും സമൂഹവും എന്ന സങ്കല്പം നശിച്ചു പോവുകയും ചെയ്യുന്നു. ജീവൻ വിഭജിക്കപ്പെടാവുന്നതാണ് എന്നതുപോലെ തന്നെ പ്രവൃത്തികളുടെ ഫലവും ആരൊക്കെ അനുഭവിക്കുന്നുവോ അവരുടെയെല്ലാം ജീവനിൽ ഗുണദോഷങ്ങളാകുന്ന അനുഭവത്തിൻ്റെ സമ്പാദ്യം നിറയുകയും ചെയ്യുന്നു. മാർഗവും മാർഗഭ്രംശവും തമ്മിൽ തിരിച്ചറിയാനാവാത്ത സമൂഹം മാർഗഭ്രംശത്തിൻ്റെതായ ആദ്യകാലങ്ങളിൽ ഭൗതികമായ ഉന്നതാവസ്ഥയിൽ ജീവിക്കുന്നു എന്നിരിക്കലും സാവധാനം അറിവും പ്രവർത്തനശേഷിയും നഷ്ടപ്പെട്ട് ഗതിയില്ലാത്തവർ ആയിത്തീരുകയും ചെയ്യുന്നു. വലിയ പാരമ്പര്യവും കാലാനുസാരിയായി ശക്തമായ തത്വശാസ്ത്രങ്ങളും ഉണ്ടായിരുന്ന രാജ്യങ്ങൾ തന്നെ ഇവിധം പിന്നോക്കം പോയിട്ടുള്ളവയുടെ ഗണത്തിൽപ്പെടുന്നു. സങ്കീർണ ഊർജ വൈവിധ്യ സംഗമത്തിലൂടെ ഉൽപ്പത്തിയായി പ്രവർത്തിക്കുന്ന ജീവന് വേണ്ടി നിലകൊള്ളുന്ന സ്വതന്ത്ര വ്യാപാരമായ മനസ്സിൽ നിക്ഷിപ്തമായിരിക്കുന്ന തിന്മയുടേതായ ഊർജ വിശേഷങ്ങൾക്ക് ജ്യോതിർഗോളങ്ങളുടെ ചലനതരമായ നിയന്ത്രണങ്ങൾക്കൊത്ത് ജീവൻ പ്രവർത്തിക്കുമ്പോൾ നല്ലതെന്ന് പറയാവുന്ന എന്തെങ്കിലും പ്രേരണകൾ ആയിത്തീരാൻ സാധിക്കുകയേയില്ല. ഏറിയ ഊർജ നിക്ഷിപ്താവസ്ഥ നിമിത്തം ഏറിയ ശേഷിയുണ്ടാവുന്ന ജീവനുകൾക്ക് സാധ്യമാവുന്ന ഊർജ ദുർവിനിയോഗം ഏറിയ ദുരവസ്ഥ സംഭവിക്കത്തക്ക വിധം സമൂഹത്തെ പിന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നു. മനുഷ്യാവസ്ഥയിലെത്തി കുറെയെങ്കിലും മുന്നേറിയ ജീവന് സാധ്യമാവുന്ന അറിവും പ്രവർത്തന വൈഭവവും ചെയ്യുന്ന തെറ്റ് ഭൗമാന്തരീക്ഷത്തിൻ്റെ സൂക്ഷ്മഘടനയിൽ ഭീകരമായ വ്യതിയാനങ്ങൾ വരുത്തുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഭൗമാന്തരീക്ഷത്തിൻ്റെ സൂക്ഷ്മഘടനയ്ക്ക് സംഭവിക്കുന്ന ദോഷകരമായ വ്യതിയാനങ്ങളിലൂടെ പ്രകൃതിലയന്മാരായ സൂക്ഷ്മ ജീവനുകളിലെ വിരുദ്ധ ശക്തികൾ സങ്കല്പതരമായി ഉത്തേജിതരായി സ്വാധീനശക്തികളായി തീർന്ന് മനുഷ്യരിലെ പൈശാചിക വാസനകളെ ഉണർത്തി വിനാശകരമായ പ്രവൃത്തികൾ ചെയ്യിക്കുന്ന സ്ഥിതിയുണ്ടാവുന്നു. മനുഷ്യാവസ്ഥയ്ക്ക് വേണ്ടുന്ന യോഗ്യതയ്ക്ക് താഴെയായ ലക്ഷ്യവും പ്രവൃത്തിയും മുഖാന്തരം സംഭവിക്കുന്ന സൂക്ഷ്മ സമ്പാദ്യത്തിന് ഒത്ത പരിണതിയായി ജീവന് ലഭിക്കുന്ന അടുത്ത ജന്മം അതിൻ്റെ സ്വാഭാവികതയോടെ തന്നെ ഒരു അറിവുകെട്ട മനുഷ്യനോ ഭീകരജീവിയോ എന്ന ജീവിത നിർവഹണത്തിൻ്റേത് ആയിത്തീരുന്നു. അറിവുകെട്ട മനുഷ്യനോ ഭീകരജീവികളോ എന്ന ഗതിയിലേക്ക് നിപതിച്ചു പോകുന്ന ജീവന്റെ കൂട്ടങ്ങൾ നഷ്ടമായ അറിവിലൂടെ തുടർന്നും പ്രവർത്തിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യാവസ്ഥ എന്ന അറിവിനെ ദുർബലമാക്കുകയും ഭയപ്പെടുത്തുകയും കീഴടക്കുകയും ഒക്കെ ചെയ്യുന്ന ദുഷ്ടന്മാരുടെയും ഭീകരന്മാരുടെയും ഒക്കെ ജന്മത്തിനും പ്രവർത്തനത്തിനും മേൽക്കോയ്മയ്ക്കും കാരണമായി തീരുന്നു. മനനം ചെയ്ത് പ്രവർത്തിച്ചു മുന്നേറി പ്രകൃതിയിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കാൻ കാരണമായ അവസ്ഥകളെ അറിഞ്ഞ് ആ അവസ്ഥകളുടെ മുഴുവൻ വൈഭവങ്ങളെയും ആർജിച്ചെടുത്ത് ജീവൻ പൂർണ്ണത നേടേണ്ട പ്രപഞ്ചവികാസ പദ്ധതിയാണ് യഥാർത്ഥമായി സംഭവിക്കേണ്ടുന്ന പരിണാമഗതിയിൽ നിന്ന് വ്യതിചലിച്ച് ജീവൻ പിമ്പോട്ട് സഞ്ചരിക്കുന്നതിലൂടെ തകിടം മറിയുന്നത്. ജീവനുകളിൽ സംഭവിക്കുന്ന വിചാരപരമായ അധപ്പതനത്തിൻ്റെയും തൽഫല പ്രവൃത്തികളുടെയും ഫലമായി ഭൗമാന്തരീക്ഷവും സൂക്ഷ്മജീവനുകൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലങ്ങളും യഥാർത്ഥത്തിൽ വേണ്ടുന്ന തരത്തിൽ നിന്ന് വ്യതിചലിച്ച് അസ്വസ്ഥതകളായി തുടരുകയും ചെയ്യുന്നു. യോഗ്യമായ പ്രവർത്തന വഴിയിൽ നിന്ന് വ്യതിചലനം സംഭവിച്ച വിപരീത ഫലം ഉളവാക്കുന്ന സൂക്ഷ്മോർജത്തിൻ്റെ സ്വാധീനം കാരണമായി ഭൂപ്രവർത്തനം തന്നെ അതിൻ്റെ അനിവാര്യമായ ശാന്ത സ്വഭാവത്തിൽ നിന്ന് മാറിമറിയുകയും പ്രകൃതിക്ഷോഭങ്ങളായി പരിണമിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മതരമായ സ്വാധീന ശക്തികളുടെ
ദുഷിപ്പ് സംഭവിക്കുമ്പോൾ ഭൂമി അതിൻ്റെ സുഗമമായ മിതത്വമാർന്ന പ്രവർത്തനത്തിനും നിലനിൽപ്പിനും ലക്ഷ്യപ്രാപ്തിക്കുമായി അതിൽ വന്നുപെട്ടിട്ടുള്ള വിപത്തുക്കളെ നശിപ്പിച്ചു കളയുവാൻ നിർബന്ധിത ആയിത്തീരുന്നു. ഓരോ ശരീരവും അണുരൂപങ്ങൾ സംഗമിച്ചും അണുരൂപങ്ങളിൽ സംഭരിതമായ സൂക്ഷ്മ ഊർജത്താലും പ്രവർത്തിച്ചു നിൽക്കുന്നത് ആകുന്നുവെങ്കിലും വിപരീത ഗുണങ്ങളെ ഉൾക്കൊള്ളുന്ന വിധമുള്ള അണുക്കളുടെ പ്രവേശവും വളർച്ചയും ശരീരം സ്വാഗതം ചെയ്യുന്നില്ലെന്ന് കാണാനാവുന്നു. ഇപ്രകാരം തന്നെ ഭൗമസൂക്ഷ്മതയുടെ ജീവസൂക്ഷ്മ വിശേഷങ്ങൾക്ക് യോജിക്കുന്ന നന്മയാകുന്ന യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത വിധത്തിലുള്ള സൂക്ഷ്മവികാസം മനുഷ്യപ്രവർത്തനം വഴി സംഭവിക്കുമ്പോൾ ഭൂമി പ്രതികരിക്കുകയും ജീവജാലങ്ങളാകെ വിപത്തിൽ പെടുകയും ചെയ്യുന്നതായി വരുന്നു. ഭൂമിയുടെ പ്രതികരണം എന്ന പ്രകൃതികോപങ്ങളിലൂടെ നശിക്കുന്നത് ശരീരങ്ങളല്ലാതെ ജീവൻ ആകുന്നില്ല എന്നിരിക്കലും ശരീരങ്ങൾ നശിക്കുന്നതോടെ ജീവന്റെ പ്രവർത്തനം തീരുന്നത് നിമിത്തമായി ഭൗമോപരിതലവും അന്തരീക്ഷവും ആശ്വാസം നേടുകയും ചെയ്യുന്നു. പ്രകൃതിക്ക് സംഭവിക്കുന്ന അസ്വസ്ഥതയുടെ പ്രതികരണങ്ങൾ എന്നതായി മനുഷ്യർക്കും ഇതര ജീവികൾക്കും പ്രകൃതികോപങ്ങളും യുദ്ധങ്ങളും പകർച്ചവ്യാധികളും ദാരിദ്ര്യവും ഒക്കെയായ ഗതികേടുകൾ സാമൂഹികമായി തന്നെ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യുന്നു. കർമ്മഗതി എന്ന കുരുക്കിൽപ്പെട്ട് സമൂഹം ഗതികേടിലൂടെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ മനുഷ്യന് കഴിയാതെ വരികയും ചെയ്യുന്നു. ജ്യോതിർഗോളങ്ങൾ കൊണ്ട് ഭരിതമായ പ്രപഞ്ചത്തിൽ സൗരയൂഥത്തിൻ്റെയും നക്ഷത്രമണ്ഡലങ്ങളുടെയും യഥാർത്ഥവും കണിശവുമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഭിന്നമായി മറ്റു ഗോളങ്ങളുടെ വഴിയിൽ അതിക്രമിച്ച് കയറുന്ന രൂപങ്ങളും ധാരാളമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആകർഷണ സ്വഭാവത്തിൽ തന്നെ പ്രവർത്തിച്ച് നിലകൊള്ളുന്നതും എന്നാൽ മറ്റുള്ളവയുടെ ഭ്രമണപഥത്തിൽ അതിക്രമിച്ച് കയറുന്നവയുമായ ജ്യോതിർരൂപങ്ങൾ കൃത്യമായ ഭ്രമണപഥമുള്ള ഗ്രഹങ്ങളിൽ നിന്ന് വിഭിന്നമായ ലക്ഷ്യങ്ങളും പ്രവർത്തനവും ഉള്ളവയായിട്ടല്ലാതെ വരുന്നില്ല. നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും മറ്റ് സൗരയൂഥങ്ങളുടെയും ഒന്നും കൃത്യതയിൽപ്പെടാത്ത അപഥ സഞ്ചാരത്തിൻ്റെതായ ജ്യോതിർരൂപങ്ങളിൽ അപഥ സഞ്ചാരത്തിന് തക്ക സ്വഭാവവും ലക്ഷ്യങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നതുകൊണ്ടല്ലാതെ അപഥങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇടവരുന്നില്ല. മനുഷ്യന്റെ വഴിതെറ്റിയ പ്രവർത്തന നിമിത്തം ഭൗമ സാഹചര്യങ്ങളുടെ കൃത്യതയും സ്വാഭാവികതയും നശിക്കുകയും അന്തരീക്ഷം പ്രപഞ്ച നിർമ്മാണ പദ്ധതിക്ക് വിരുദ്ധമായ ഊർജം കൊണ്ട് നിറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ വിപത് പഥങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രൂപങ്ങളിലെ ദോഷങ്ങൾ അവയുടേതെന്ന പോലെയുള്ള യഥാർത്ഥ പ്രവർത്തനം തെറ്റിയ മനുഷ്യജീവനുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. സാഹചര്യത്തിലെ അസ്വാഭാവികതയും അപഥങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രൂപങ്ങളും ആകർഷിച്ച് അടുക്കുന്നതിലൂടെ സംഭവിക്കുന്ന അസാധാരണ അനുഭവത്തിലൂടെ കർമ്മപഥങ്ങൾ വിട്ടകന്ന് പ്രവർത്തിക്കുന്നതും അടക്കി ഭരിക്കുന്നതുമായ ജീവികൾക്ക് പോലും അവയുടെ പ്രവർത്തനം ഭൂമിയിൽ അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്നു. ജീവൻ എന്ന ശേഷി പ്രപഞ്ചമായി നിലകൊള്ളുന്ന ഊർജവൈവിധ്യങ്ങളുടെ സംഗമമല്ലാതെ മറ്റെന്തെങ്കിലും അല്ലാത്തതുകൊണ്ട് പ്രവർത്തന പഥം തെറ്റി ഭൂമിയിലെ ശരീരങ്ങളിൽ വസിക്കുന്ന ജീവസമൂഹങ്ങളും സൂക്ഷ്മത്തിൽ ലയിച്ചു നിൽക്കുന്ന ജീവനുകളും അവയ്ക്ക് യോജ്യമായ അപഥ ഭ്രമണത്തിൻ്റെ ശേഷിയിലേക്ക് ആകർഷിക്കപ്പെടുകയും ഭൂമിയിലെ അവയുടെ വാസവും അവകാശവും എന്നേക്കുമായി അവസാനിക്കുവാൻ ഇടയാവുകയും ചെയ്യുന്നു. ചരിത്രാതീത കാലം എന്ന് വിവക്ഷിക്കപ്പെടുന്നതും പിന്നിലേക്ക് നോക്കുന്ന മനനവൈഭവം കണ്ടെടുക്കുന്നതുമായ കാലത്തെ പ്രാകൃത ഭീകര ജീവികൾ ചിലതെങ്കിലും നിലതെറ്റിയ സങ്കല്പകർമ്മങ്ങളാൽ ജനിച്ചു വന്നിട്ടുള്ളവയാണ്. ഭൂമിയെ അടക്കി വാണിരുന്ന ഭീകരജീവികളുടെ നാശം സൂക്ഷ്മതരമായ അബദ്ധങ്ങളിലൂടെയുള്ള സഞ്ചാര നിമിത്തം പ്രപഞ്ച നിശ്ചയമായി സംഭവിച്ചിട്ടുള്ളതുമാണ്. കായിക ശേഷി കൊണ്ടും ഭീകരത കൊണ്ടും ഭൂമിയെ വിറപ്പിച്ചിരുന്ന ഈ ജീവികളെ അപേക്ഷിച്ച് വളരെ ശേഷി കുറഞ്ഞ അവസ്ഥയിൽ നിലനിന്നിരുന്ന ജീവവർഗങ്ങൾ കാലത്തിൻ്റെ ദുരന്തങ്ങളെ അതിജീവിക്കുകയും ചെയ്തിരുന്നതായി ഇന്ന് അറിയാനാവുന്നു.
ശേഷി കൂടിയ ഭീകരജീവനുകൾ സാധ്യമാക്കുന്ന ദോഷതരമായ പ്രവർത്തനങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരിക ഈ ഭീകരജീവികൾക്ക് മാത്രം ആയിരിക്കുകയുമില്ല. അപരിചിതവും താങ്ങാവുന്നതിന് അപ്പുറത്തുള്ളതുമായ അനുഭവ വൈവിധ്യം ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ബാധിക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രകൃതിയിൽ സാധാരണയായി കാണാറുള്ളതുപോലെ തന്നെ കഠിനതരമായ ഇത്തരം അനുഭവങ്ങൾക്കും കാലാനുസാരിയായ പരിണതികൾ സംഭവിക്കുക തന്നെ ചെയ്യുന്നു. കത്തിയമർന്ന വനഭൂമിയിൽ സമൃദ്ധമായി വളരുന്നതിന് ചെടികൾ പ്രാപ്തമാവുന്ന പോലെ അന്തരീക്ഷം ശുദ്ധമാവുമ്പോൾ സ്വാഭാവികതയുള്ള വഴികളിലൂടെ വളർന്നു വരുന്ന ജീവനുകളുടെ സഞ്ചാരം സുഗമമായി തീരുകയും അറിവിൻ്റെ വികാസവും പുതുസംസ്കാരവും സംഭവിക്കുക എളുപ്പമായി തീരുകയും ചെയ്യുന്നു.